നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ശരീരത്തിലെ വിവിധ ഊർജ കേന്ദ്രങ്ങളും സ്വാഭാവികമായി അത് ഉയർന്നു വരേണ്ടതാണ്, അല്ലാതെ നമ്മളായിട്ട് ചില യോഗമാർഗങ്ങളിലൂടെയൊക്കെ ചില കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല, അത് ദൈവീകമല്ല എന്നൊക്കെ ഞാൻ ചില മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി വിശദീകരിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കാരണം പലർക്കും ഇപ്പോഴും സംശയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചില ധ്യാന മാർഗങ്ങളിലൂടെ ചില ചക്രാസ് ഉണർത്തലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഊർജ കേന്ദ്രങ്ങളെ നമ്മൾ പവർഫുൾ ആക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസവും ഗുണവും ഒക്കെ പലർക്കും സംഭവിക്കുന്നുണ്ടല്ലോ, പക്ഷെ എല്ലാവർക്കും ഇല്ല. അതൊക്കെ എന്തുവാണ് അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ശരിക്കുള്ള ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വിശദീകരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ചൊരു ഐഡിയ വരും. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പലതരം അവയവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെയൊക്കെ പ്രവൃത്തി നടക്കണം, മനസ്സിന്റെ പ്രവൃത്തി നടക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടേയിരിപ്പുണ്ട്. ശരിക്കും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാളത്തെ കാര്യങ്ങൾ, നിമിത്തങ്ങൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം ഒരുപാട് അദൃശ്യ ശക്തികളുടെ ഒരു കൂടിച്ചേരലിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരുപാട് പോസിറ്റീവ് ശക്തികളുണ്ട്, കുറെ നെഗറ്റീവ് ശക്തികളുണ്ട്. ഇപ്പൊ നെഗറ്റീവ് ശക്തി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അസുര ശക്തിയല്ല, മനുഷ്യരെ തെറ്റിച്ച് ആത്മാക്കളെ കൊണ്ടുപോകാൻ നോക്കുന്ന അസുര പൈശാചിക ശക്തിയല്ല ഞാൻ ഈ പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ആ മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാന നെഗറ്റീവ് ഉണ്ട്, കുറെ അടിസ്ഥാന പോസിറ്റീവ് ഉണ്ട്. ഇങ്ങനെയാണ് എല്ലാ മനുഷ്യ ജന്മങ്ങളിലും സൃഷ്ടികളിലും ഉള്ളത്. ഈ അടിസ്ഥാന നെഗറ്റീവ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലാണ് ഇത് നെഗറ്റീവ് എന്ന് പറയുന്നത്. ശരിക്കും ദൈവം പറയുന്നത് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗം, അതായത് നമ്മളെ നെഞ്ചിന്റെ തൊട്ട് താഴെ ഭാഗം ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസിങ് ഊർജ കേന്ദ്രം. അതിന് താഴോട്ട് പോകും തോറും നെഗറ്റീവ് കേന്ദ്രങ്ങളും ഇതിന് മുകളിലോട്ട് പോകും തോറും പോസിറ്റീവ് കേന്ദ്രങ്ങളുമാണ്. ഇങ്ങനെയാണ് ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിപ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് 7ആണ്. അതായത് ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ 7 പ്രധാന ദേവന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ 7 പ്രധാന ദേവന്മാരാണ് ഈ സൃഷ്ടാവൻ ദൈവത്തിന് വേണ്ടി സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ കീഴിലായിട്ട് അനേക ദേവന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ ഭൂമിയിൽ ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാടുണ്ട്, പ്രകൃതി മൊത്തമുണ്ട്. അപ്പൊ അതിപ്രധാനമായ സുപ്പീരിയർ പവേഴ്സ് ആണ് ഈ പ്രധാന 7 എന്ന് പറയുന്നത് ഉണ്ട്. എന്നാൽ അത്ര പ്രധാനമല്ലാത്തതും ആയിട്ട് അനേകർ ഉണ്ട്. അവർ 7 തന്നെ താഴെ ഇനിയും ഉണ്ട്. ഇത് പ്രധാന 7 എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരമാകുന്ന ഈ മനുഷ്യനിൽ ഇവരൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ പ്രധാന 7 ഉണ്ടെങ്കിലും അവരുടെ കീഴിൽ അനേക സെക്ഷൻസുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നെഞ്ചിന് താഴെയായിട്ടുള്ള ഊർജ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് കേന്ദ്രങ്ങളായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റെന്നല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മള് ഗ്യാസ്, ദഹനം, കാമം, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ, ഭൗതിക ബോധത്തിലുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, അതിന്റെ ബാലൻസിങ്, ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ശരിക്കും നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പകുതിക്ക് മുകളിലോട്ട് പോസിറ്റീവ്, സ്നേഹം, സന്തോഷം, സമൃദ്ധി, ഉയർച്ച, ഇങ്ങനെയൊക്കെ ഉള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ചില ശക്തികളുടെ നമ്മളെ മുകളിൽ. അപ്പൊ ഈ 2 കൂട്ടർ നമ്മുടെ ശരീരത്തിൽ വേണം. ഇത് ബാലൻസ്ഡ് ആയി ഇപ്പൊ എപ്പോഴും പോസിറ്റീവാണ് കൂടി നിൽക്കുന്നത്. അപ്പൊ നെഗറ്റീവ് കേന്ദ്രങ്ങൾ ആയിട്ട് നിൽക്കുന്ന ആ ശക്തികൾ, പ്രധാന ദേവന്മാർക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും അവർ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ആ നെഗറ്റീവും പോസിറ്റീവും വെച്ച് നോക്കുമ്പോൾ പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു അളവുണ്ട്. ഈ അളവിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്തിരിക്കണം. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് നമുക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും പല അസുഖങ്ങളൊക്കെ പറയുന്നതൊക്കെ പഴയ ആയുർവേദത്തിലൊക്കെ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ബാലൻസിങ് ആണ് ഇതിന്റെ പ്രധാനം. അപ്പൊ ഈ ബാലൻസ് ആക്കി നിർത്തുക, ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പൊ ഇത് എന്തുകൊണ്ട് ബാലൻസ് തെറ്റുന്നു? ഈ 7 പ്രധാന ദേവന്മാർ അല്ലെങ്കിൽ ഈ ആത്മാക്കൾ, ദൈവത്തിന്റെ ഈ ആത്മാക്കൾ നമ്മളിൽ സ്വതന്ത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരളവിൽ, ഒരു മനുഷ്യജന്മത്തിൽ അവന് വേണ്ട ഒരളവിൽ അവൻ ജനിക്കുന്നു. ഈ അളവ് നിശ്ചയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുൻ ജന്മങ്ങളിൽ കർമ്മ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് അടുത്ത ജന്മത്തിൽ ഈ അളവ് ഓരോ വ്യക്തികൾക്കും പറയുന്നത്. എല്ലാവർക്കും ഒരേ അളവിലല്ല. ഇപ്പൊ ചില ചക്രാസിലെ അല്ലെ ചില ഊർജ്ജ കേന്ദ്രത്തിലെ ഊർജ്ജം കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്ക് കുറച്ച് കുറവായിരിക്കും. അതാണ് അവന്റെ ശരീരത്തിൽ വേണ്ടി അല്ലെ അവന് വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ വെച്ചിരിക്കുന്നത്.
അപ്പൊ ഈ ചിലർക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായിട്ട് ചില ദോഷകർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അവന്റെ ശരീരത്തിലുള്ള ചില ചില ഊർജം, ഈ ദോഷം, ശിക്ഷ, ഇതൊക്കെ വരുന്നതെല്ലാം ഈ നെഗറ്റീവ് ഭാഗത്തുള്ള ഊർജമാണ്. അപ്പൊ അത് ജന്മനാൽ കൂടുതലായിരിക്കും. അപ്പൊ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജന്മനാൽ ചിലപ്പോ രോഗിയോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ബാലൻസ് തെറ്റി നിൽക്കുകയില്ലേ, ഊർജം കൂടി നിൽക്കുകയില്ലേ. അപ്പൊ അതിനെ അവൻ അറിവ് കൊണ്ട് തിരിച്ചറിഞ്ഞ്, ഇപ്പൊ ആദ്യം ഒരു പ്രായപൂർത്തിയാകുന്നവരെ മാതാപിതാക്കളിലൂടെ വേണം ഈ മകന്റെ അല്ലെങ്കിൽ ഈ മകളുടെ ഈ ഊർജത്തെ നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ട ജോലി മാതാപിതാക്കൾക്കാണ്. അപ്പൊ അവിടെ മാതാപിതാക്കൾ ഈ രോഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടിയെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ല ദൈവത്തിന്റെ വ്യവസ്ഥ. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവം പറഞ്ഞിരിക്കുന്ന ചില ധ്യാന മാർഗങ്ങളുണ്ട്. അതായത് വെറുതെ ഒരു ദിവസം കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ മാത്രമേ ദൈവത്തിന്റെ വഴിയിൽ ധ്യാനം പറയുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു മാർഗത്തിലേക്ക് ഒരു വ്യക്തിയെ, ഇപ്പോ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ഒരു മകനെയോ മകളെയോ കൊണ്ട് ഒരു അസുഖമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കളോട് ശരിക്കും ദൈവികമായി ആത്മീയമായി ഉയർന്നു വരുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഗുരുക്കന്മാരുടെ ജോലി. അപ്പോൾ ഈ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് എത്തുമ്പോൾ ദൈവം തന്നെ ഏതെങ്കിലും ഗുരുവിനെ എത്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഈശ്വരമാർഗം പറഞ്ഞു കൊടുക്കുകയും ഈ പ്രകൃതികളെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ വ്യക്തിയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ദൈവവുമായിട്ട് അടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ മകനെയോ മകളുടെയോ ഉള്ള ഈ രോഗം അവിടെ പ്രകൃതി തന്നെ മാറ്റിക്കൊണ്ടുവന്നിരിക്കും. ഇനി ആ മകനോ മകളോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായി പിന്നെ ബാക്കി റെഡിയാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മാതാപിതാക്കളുടെ കയ്യിലല്ല. പിന്നെ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം ആ സ്വതന്ത്രമായ ദൈവത്തെ അന്വേഷിച്ച് അവന്റെ ശരീരത്തിലുള്ള ഈ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം അവൻ ബാലൻസ്ഡ് ആക്കണം. ഇതെങ്ങനെ ബാലൻസ്ഡ് ആക്കും എന്ന് വെച്ചാൽ ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞ് ഊർജ്ജ കേന്ദ്രങ്ങളെ നോക്കിയല്ല ബാലൻസ് ചെയ്യേണ്ടത്. അവിടെയാണ് മൊത്തം തെറ്റിപ്പോകുന്നൊരു ഘടകം. ഈ പഴയ ആചാര്യന്മാര്, പഴയ ഗുരുക്കന്മാര് ഈ ഊർജ്ജ കേന്ദ്രം നോക്കിയും ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചും അല്ല അവർ ഓരോന്ന് ധ്യാനിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഈശ്വര ധ്യാനത്തിൽ മാത്രം ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുകയും സൽക്കർമ്മങ്ങൾ അല്ലെ ഈശ്വരൻ വെച്ചിരിക്കുന്ന പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഓരോ ഭാഗത്തെ ഊർജ്ജ കേന്ദ്രങ്ങളിലും തന്നെ ബാലൻസ് ആകുകയും ഊർജ്ജ പ്രവാഹം നടക്കുകയും ചെയ്യും. ഇത് അവർക്ക് ധ്യാനത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോ പഴയ ഋഷിവര്യവരും മുനിവര്യന്മാരും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവര് ശാന്തരായിരിക്കും, നല്ല സ്നേഹവാനായിരിക്കും, പറ്റിക്കില്ല, വെട്ടിക്കില്ല, പണത്തോട് ആർത്തിയില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി കഴിക്കും. അങ്ങനെ അവർക്ക് ഈ ഭൗതികമായിട്ടുള്ള അത്യാഗ്രഹങ്ങളോ ആർത്തിയോ ഒന്നും ഇല്ലാതെ ഈശ്വരമാർഗത്തിൽ പ്രകൃതിയിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അവരാണ് പഴയ രാജാക്കന്മാർക്ക് പോലും നീതി ന്യായം പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നത് വരെ ഈ ആചാര്യന്മാർ ഗുരുക്കന്മാരാണ്. അത്ര വലിയ സ്ഥാനമാണ്. ഇപ്പൊ ഒരു രാജാവായാൽ പോലും ആത്മീയമായിട്ടൊരു അറിവോ പ്രകൃതി വ്യവസ്ഥയൊന്നും അറിഞ്ഞുകൂടെയിരിക്കാം. അപ്പൊ ഈ ഗുരുക്കന്മാരാണ് ഈ രാജാവിനെ അതുവരെ പറഞ്ഞ് പഠിപ്പിച്ച് ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവരെ ഈ ഗുരുക്കന്മാരാണ്. അപ്പൊ ആ തരത്തിലുള്ള ഗുരുക്കന്മാർ അവർ ഒറ്റ കാര്യമേ ചെയ്യുള്ളൂ, മാക്സിമം സമയമെടുത്ത് വെറുതെ ധ്യാനിച്ചിരിക്കും. എങ്ങനെ? മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ബോധ മനസ്സിനെ ഒതുക്കി ഉറക്കിയിട്ട് ഉപബോധ മനസ്സിനെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ധ്യാനം മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കാൻ തുടങ്ങി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഊർജ്ജ പ്രവാഹം. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന ധ്യാനമൊക്കെ ചെയ്യുന്ന പലർക്കും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നെറ്റിയിൽ അല്ലാതെ തന്നെ അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. നെറ്റിയിൽ അനുഭവപ്പെടുന്നുണ്ട്, നെഞ്ചിന്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്, വയറിന്റെ ഭാഗത്ത് ചൂട് അനുഭവമുണ്ട്, തണുപ്പ്, ഇങ്ങനെ പല രീതിയിലും പല അനുഭവങ്ങളും ഈ ധ്യാനത്തിൽ അനുഭവപ്പെടും. അപ്പൊ പണ്ടത്തെ ആചാര്യന്മാർ ഇത് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ അവർ ധ്യാനത്തിലൂടെ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ എനിക്ക് ഊർജം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ധ്യാനിച്ച് അവർക്ക് ധ്യാനത്തിലൂടെ കിട്ടിയ അറിവുകളാണ് ഈ പലരും ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ അറിവ് കൊടുക്കുമ്പോൾ ദൈവം നേരിട്ടല്ല കൊടുക്കുന്നത്, ഏതെങ്കിലും അദൃശ്യ ശക്തികളിലൂടെയാണ് ഈ അറിവുകൾ കൊടുക്കുന്നത്. അപ്പൊ ഈ അറിവ് ഗുരുക്കന്മാർക്ക് കിട്ടി. സ്വാഭാവികമായിട്ട് ശിഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ശിഷ്യന്മാരിൽ ശരിക്കും നല്ല ആത്മാർത്ഥതയുള്ള ശിഷ്യന്മാരുമുണ്ട്, ഇത്തിരി കുഴുത്തിരിമ്പുള്ള തലതിരിഞ്ഞ ശിഷ്യന്മാരും കാണും. അതെല്ലാ മേഖലയിലും ഉണ്ട്. കാര്യം സത്യയുഗത്തിൽ മാത്രമേ സത്യസന്ധമായ ആൾക്കാർ മൊത്തം ഉള്ളൂ. ഇത്രയും നാളും അങ്ങനെ അല്ലല്ലോ. അപ്പം നല്ലവരുണ്ട്, മോശപ്പെട്ടവരുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്ക് അറിവ് കിട്ടി. അപ്പൊ ഈ രണ്ടു കൂട്ടരും ധ്യാനിക്കും. സൃഷ്ടാവാൻ ദൈവമായിട്ട് ആ ആത്മാർത്ഥതയിൽ ആ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ പോകുന്നവർക്ക് ദൈവത്തിൽ നിന്നും പോസിറ്റീവ് ശക്തിയിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടുകയും, എന്നാൽ ഈ തത്വം വെച്ചും കൊണ്ട് നെഗറ്റീവായി നിൽക്കുന്ന ചില ശിഷ്യർ അവർ നെഗറ്റീവ് രീതിയിൽ ജീവിക്കുകയും അവർ നെഗറ്റീവ് രീതിയിൽ ജീവിക്കുന്ന വെച്ചാൽ തനി നെഗറ്റീവ് നല്ല ഉദ്ദേശിക്കുന്നത് പല വ്യവസ്ഥകളും തെറ്റി
പല അദൃശ്യ ശക്തികളെയും ആരാധിക്കുകയും ഒക്കെ വഴിതെറ്റി പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജിൽ കേട്ടാൽ മനസ്സിലാവും പലരും വഴിതെറ്റി പോയിട്ടുണ്ട്. കാര്യം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും മറ്റ് അസുര ശക്തികളൊക്കെ വന്ന് അവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, കുടുംബപരമായി ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പലരെയും പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്ന ആത്മീയരുണ്ട്. അപ്പൊ ഈ ഗുരുവിൽ നിന്നും ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ കുറിച്ച് അറിവ് കിട്ടിയ ഇക്കൂട്ടർ ഈ ശക്തികളോട് സംസാരിക്കുകയും അവർക്ക് ആ ശക്തികളിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ അറിവ് രണ്ട് ഭാഗത്തുനിന്ന് മനുഷ്യർക്ക് കിട്ടും. കാര്യം മനുഷ്യനെ ഈ അറിവില്ലാതെ ഉള്ളൂ. മനുഷ്യനെക്കാട്ടിയും വികസിച്ച മറ്റ് ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ഏലിയൻസായി നിൽക്കുന്ന നമ്മളെക്കാട്ടിയും ടെക്നോളജി വികസിച്ച് ഫോർത്ത് ഡയമെൻഷനിൽ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള അവർക്കും നമ്മുടെ ഈ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കാറ് വാങ്ങിച്ചു. ഈ കാറ് വാങ്ങിക്കുമ്പോൾ നമുക്കെന്ത് വേണം? ഇപ്പൊ ഏതൊരു വീട്ടിലെ വ്യക്തിക്കും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, റോഡ് നിയമങ്ങൾ പാലിച്ചിരിക്കണം, അത്യാവശ്യം കാറിന്റെ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. ഇതിനപ്പുറത്തോട്ട് ഇതിന്റെ എഞ്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഇന്ധനം എങ്ങനെയാണ് ഇങ്ങനെയാകുന്നതും പുക എങ്ങനെ ഉണ്ടായി വരുന്നു, കറണ്ടിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, ഇതെങ്ങനെയാണ് ബാറ്ററി ചാർജ് ആവുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും കണക്കുകളൊന്നും ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കാറിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ ഓട്ടിച്ചുകൊണ്ട് പോകാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു എഞ്ചിനീയർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഇതിന്റെ അകത്ത് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഇതിന്റെ അകത്ത് നടക്കുന്ന പരിപാടികൾ എന്ന് ഒരു ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് അല്ലെ അറിവുള്ള ഒരാൾക്ക് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ പല വിഭാഗങ്ങളും കീറി മുറിച്ചും പഠിച്ചും പരീക്ഷണമൊക്കെ നടത്തിയ നമ്മളെക്കാട്ടിയും ഭയങ്കരമായ ടെക്നോളജി വികസിച്ച ഏലിയൻസ് ആയിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന അവർക്ക് ഈ മനുഷ്യർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുത്ത അറിവുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അറിവായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ദൈവം വെച്ചിരിക്കുന്ന യഥാർത്ഥ വ്യവസ്ഥ ഈ മനുഷ്യ ശരീരത്തിലുള്ള ഊർജ്ജ കേന്ദ്രത്തെക്കുറിച്ചും അവിടെയുള്ള ശക്തികളെക്കുറിച്ചും ദേവന്മാരെക്കുറിച്ചും അതിന് താഴെ നിൽക്കുന്ന അനേക ദേവി ദേവന്മാർ ഇതിനെക്കുറിച്ചൊന്നും മനുഷ്യൻ ഇങ്ങനെ തിയറിക്കലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള സകലമായ വശങ്ങളും അറിയേണ്ട ആവശ്യം ഒരു മനുഷ്യനില്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, അവൻ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ താനെ ആക്റ്റീവ് ആയിക്കോളും, വേണ്ടതെല്ലാം നടന്നോളും. പിന്നെ എന്തുകൊണ്ടാണ് ചില കേന്ദ്രങ്ങളിൽ കുഴപ്പം വരികയും അതുമായി ബന്ധപ്പെട്ട് രോഗങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതാണ് മനുഷ്യനെ പഠിപ്പിക്കാനായി ദൈവം വെച്ചിരിക്കുന്ന പരീക്ഷണം. അപ്പൊ ആ പരീക്ഷണമാണ് അവന് വരുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പൊ എവിടെയാണ് തെറ്റുന്നത്? അവൻ സ്വതന്ത്രനാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ സ്വതന്ത്രനാണ്. പിന്നെ അവൻ സ്വതന്ത്രനായി നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചും നീതിന്യായ വ്യവസ്ഥകൾ അന്വേഷിച്ചും മനുഷ്യനായി ജീവിക്കുകയും ചെയ്യാം എന്നതാണ് ദൈവത്തിന്റെ നിയമം. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവന് ഈ സകല ഊർജ്ജങ്ങളും കറക്റ്റ് ആയിക്കോളും, ബാലൻസ് ആയിക്കോളും. അപ്പൊ ഇവിടെ അവന്റെ ജീവിതവും രീതിയും അവന്റെ ശൈലിയും തെറ്റുമ്പോഴാണ് അവന്റെ ശരീരത്തിലുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലും ബാലൻസ് തെറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അവൻ അനുഭവിക്കുമ്പോൾ അവൻ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ധ്യാനിക്കുക. എങ്ങനെ ധ്യാനം? മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി വെറുതെ ശ്വാസത്തിലോ നെറ്റിയുടെ സെന്ററിൽ എവിടെയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി നിർത്തണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ശാന്തമാക്കി നിർത്തിയതിന് ശേഷം ഒന്നുകിൽ അവന്റെ ആത്മാവ് അവനോട് സംസാരിക്കുകയും ഇൻഫർമേഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന അനുഭവം അവൻ അനുഭവിച്ചു തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ അവന് വരുന്ന ഈ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് അവന്റെ തടസ്സം, അത് അവന്റെ ഉള്ളിലൂടെ തന്നെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ അവന്റെ ആത്മാവിലൂടെ അവന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ തോന്നലായിട്ടായിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവന് തന്നെ തോന്നും, ഇത് ചിലപ്പം 5-6 ദിവസത്തിന് മുമ്പ് ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതിന്റെ കുഴപ്പം ഫലമായിരിക്കുമോ, അതിന് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ തെറ്റിപ്പോയോ എന്നൊക്കെ സംശയം വരുമ്പോൾ ഇത് അവന്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ സംശയം ഈ മനസ്സിൽ തോന്നൽ തരുന്നത് ആത്മാവ് തരുന്നതാണ്. അപ്പൊ അതവൻ ക്ലിയറാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലുള്ള ഈ ഊർജ്ജ കേന്ദ്രത്തിൽ അവർക്ക് വേണ്ട ഊർജ്ജം അവന് വേണ്ട ഊർജ്ജം താനെ ബാലൻസ് ആവുകയും ഈ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന യഥാർത്ഥ വ്യവസ്ഥ. അപ്പൊ ഒരു മനുഷ്യന് എവിടെയെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തോൽക്കുകയോ ചെയ്യുമ്പോഴാണ് അവന്റെ ശരീരത്തിലെ ഈ ബാലൻസ് തെറ്റുന്നത്. ഇത് തെറ്റുന്നത് വെച്ചാൽ തെറ്റാൻ വേണ്ടി തന്നെയാണ് അവന് വെച്ചിരിക്കുന്നത്. അങ്ങനെ തെറ്റിയാലേ അവൻ ആ തെറ്റ് തിരുത്താൻ വേണ്ടി ശരി ചെയ്ത് പശ്ചാത്താപിക്കുകയൊക്കെ ചെയ്ത് ഇത് ബാലൻസ് ആക്കി എടുക്കുള്ളൂ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ ജന്മം കൊടുക്കുമ്പോൾ അവന്റെ ജനനം മുതൽ മരണം വരെ ഒരുപാട് തെറ്റുകൾ പറ്റുകയും അതിലൂടെ അവൻ തന്നെ ഇത് തിരിച്ചറിയുകയും അവന്റെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരും. ഇതിന്റെ പിന്നിലെ കാരണം ഇതാണ്, ബാലൻസ് തെറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാറ് പറഞ്ഞതുപോലെ
ഇപ്പൊ കാർ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആകുന്നു, അതിന്റെ കാരണം അകത്തുള്ള എന്തെങ്കിലും എഞ്ചിൻ പ്രോബ്ലം ആയിരിക്കും. അതേപോലെ എന്തോ നമ്മുടെ ഉള്ളിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലോ എവിടെയോ എന്തോ പ്രശ്നം വരുന്നത്, അല്ലെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ് ആ അവയവത്തിന് കംപ്ലൈന്റ് വരികയോ എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ നിമിത്തം തന്നെ മാറി നമുക്ക് പ്രശ്നങ്ങളായി വരുന്നതേ നമ്മളിൽ നെഗറ്റിവിറ്റി കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് കൂടുന്നു? നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ മനസ്സ് എവിടെയോ തെറ്റിപ്പോയി. അപ്പൊ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ ഈ മനുഷ്യ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടെക്നിക്ക് എത്ര മറ്റ് അദൃശ്യ ശക്തികൾ വന്ന് മനുഷ്യന് പറഞ്ഞു കൊടുത്തു. അപ്പൊ മനുഷ്യൻ നേരായ വർഗത്തിൽ അല്ലെ നേരായ മാർഗത്തിൽ പോസിറ്റീവായി നിൽക്കുന്ന സൃഷ്ടാവൻ ദൈവമായിട്ട് നല്ല ബന്ധമുള്ളവൻ ഈ മാർഗത്തെ ദുർവിനിയോഗം ചെയ്യില്ല. അതേസമയം നെഗറ്റീവായി നിൽക്കുന്ന വ്യക്തിയിലേക്കാണ് ഈ അറിവ് കിട്ടണമെങ്കിൽ അവിടെ ദുർവിനിയോഗം ചെയ്യും. ഈ ദുർവിനിയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കലാണ് ഈ അസുര ശക്തികൾ ചെയ്യുന്നത്. ഇവിടെയാണ് അതിന്റെ പ്രധാന പോയിന്റ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സാധനം കിട്ടി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ, ഭസ്മാസുരന് വരം കിട്ടി, ആരെ ചൂണ്ടുന്നു അവൻ ഭസ്മമായി പോകും. അപ്പൊ ഭസ്മാസുരൻ നേരെ വരം കൊടുത്ത ബ്രഹ്മാവിനെ തന്നെ ചൂണ്ടി അവിടേക്ക് ഇട്ട് ഓട്ടിച്ചെന്ന കഥ കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയിൽ. ഇപ്പൊ ഒരു മനുഷ്യനൊരു അറിവ് ഒരു നെഗറ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തിരി വളഞ്ഞ വഴി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അറിവ് ലഭിച്ചാൽ അവൻ അത് ദുർവിനിയോഗം ചെയ്യും. ചെയ്തില്ലെങ്കിൽ പോലും അവൻ നെഗറ്റീവായത് കാരണം അസുര ശക്തികൾ അവനെ പ്രേരിപ്പിച്ച് അതിനെ തെറ്റായ രീതിയിൽ ചെയ്യിക്കും. ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ഊർജം നമ്മളെ ശരീരത്തിൽ ബാലൻസ് ആകേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും വെച്ച് താനെ ബാലൻസ് ആകേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പരീക്ഷയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ ആകണം എന്ന് വിചാരിച്ച് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു. ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടത് പഠിച്ച് ഓരോ ക്ലാസ്സും ജയിച്ച് അതാണ് പല ജന്മങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ജയിച്ച് അവസാനം MBBS അഡ്മിഷൻ കിട്ടി. അവിടെയും പല പല കടമകൾ പഠിച്ച് പാസ്സായി വേണം MBBS അഡ്മിഷൻ കിട്ടാൻ. അവിടെയും നല്ല രീതിയിൽ പഠിച്ച് നല്ല പാസ്സായി നല്ല മാർക്കോടി എല്ലാ പ്രാക്ടിക്കലും തിയറി എല്ലാം നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന ഒരു ആളെ ശരിക്കും നല്ലൊരു ഡോക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് ഇതെല്ലാം പഠിക്കുന്നത് അകത്തു നിന്നാണ് പരീക്ഷണങ്ങൾ വരുന്നത്, പരീക്ഷയും വരുന്നത്. അപ്പം എല്ലാം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പരീക്ഷ കറക്റ്റ് നല്ലോണം എഴുതാൻ പറ്റുള്ളൂ. എല്ലാ പ്രാക്ടിക്കലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് നല്ല ഉത്തരവാദിത്വവും സത്യസന്ധമായ നീതിയും ന്യായത്തോടെയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ഡോക്ടറാവാൻ പറ്റുള്ളൂ. ശരിക്കും എല്ലാം പഠിച്ച് തെളിഞ്ഞ് നല്ല രീതിയിൽ വരുന്ന ഒരു ഡോക്ടറെ ശരിക്കും നമുക്ക് നല്ലൊരു ഡോക്ടർ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല അതിൽ ആരാണ് നല്ലത്, ആരാണ് പഠിച്ച് പാസ്സായത്, ആരാണ് വളഞ്ഞ വഴിയിൽ പാസ്സായത്. ഇപ്പൊ ഉദാഹരണത്തിന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ അറിയാം, അവിടുത്തെ സാറുമാര് തന്നെ ഈ തുണ്ടൊക്കെ വെച്ച് എഴുതാനും വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെ പരീക്ഷ അത് സാറുമാര് തന്നെ കണ്ണടച്ചു കൊടുക്കും. കാരണം സ്കൂളിന്റെ വില വരട്ടെ, അല്ലെങ്കിൽ കോളേജിന്റെ വില പോണ്ട, നല്ല മാർക്ക് പാസ്സാവണമെങ്കിൽ പാസ്സാവട്ടെ എന്നൊക്കെ രീതിയിൽ ഈ സാറുമാർ തന്നെ കണ്ണടച്ചു കൊടുക്കും. എനിക്ക് അറിയാന്നുള്ള കേസുകളുണ്ട് ഞാൻ പഠിച്ച സമയത്തൊക്കെ. ഇപ്പൊ അങ്ങനെയുള്ള ഒരു ചില സാറുമാര് ശരിക്കും ഈ കുട്ടിയുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്നതായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കുട്ടിയെ തുണ്ട് വെച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയോ ചെയ്താലും ഈ കുട്ടി വളഞ്ഞ വഴിയിലൂടെ പരീക്ഷ പാസ്സായ നല്ല മാർക്ക് വാങ്ങിക്കും. അങ്ങനെ മാർക്ക് വാങ്ങിച്ച് ഈ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അവനെ ജയിക്കാൻ അനുവദിക്കുകയും വളഞ്ഞ വഴിയിലൂടെ പണത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടി അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് രഹസ്യത്തിൽ അവനെ സഹായിച്ച് ജയിപ്പിച്ച് കൊണ്ടുപോയാൽ ഈ കുട്ടി അങ്ങനെ പഠിച്ച് MBBS പഠിക്കുമ്പോഴും ഇതേപോലെ എന്തെങ്കിലും ഒരു കള്ളത്തരത്തിലൂടെ ഏതെങ്കിലും ഒരു സാറന്മാർ അധ്യാപകര് ഇവനെ വളഞ്ഞ വഴിയിലൂടെ സഹായിച്ച് ഇവൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി ഒരു ഡോക്ടറായാൽ നമുക്ക് ആ ഡോക്ടറെ വിശ്വസിക്കാൻ പറ്റൂല്ലയോ? കാരണം അവൻ വളഞ്ഞ വഴിയിലൂടെ നേരവണ്ണം പഠിക്കാതെ ഡോക്ടറായതാണ്. അങ്ങനെയുള്ള പല ഡോക്ടേഴ്സും ഉള്ളതുകൊണ്ടായിരിക്കാം ഇക്കാലത്ത് ശരിക്കും ഈ മൊത്തം തലയിരിഞ്ഞും ഒക്കെ പോയി കിടക്കുന്നത്. അപ്പൊ ഇതേപോലെയാണ് ആത്മീയ ഗുരുക്കന്മാർ ഈ ആൾക്കാരോട് ചെയ്യുന്നത്. അവരവരുടെ ജീവിത രീതിയും പ്രവൃത്തിയും ആ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ നിന്ന് തെറ്റുമ്പോൾ അവന്റെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലെ ബാലൻസ് തെറ്റും. അപ്പൊ അവൻ എവിടെ തെറ്റി എന്നത് മനസ്സിലാക്കി അതിനാണ് പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ ഈ ദർശനങ്ങളും കാഴ്ചകളൊക്കെ വേണം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ്. അതുപോലെ ഈ കാലഘട്ടത്ത് ഈ ആത്മീയ ഗുരുക്കന്മാർ ശരിക്കും പറഞ്ഞ മനുഷ്യരോട് ദ്രോഹമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകൻ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞു കൊടുക്കുകയും അത് മാത്രം പഠിച്ചുകൊണ്ടുവന്ന് പരീക്ഷ പാസ്സാകുകയും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച് കള്ളത്തരത്തിലൂടെ എഴുതി പാസ്സാകാൻ വേണ്ടി സഹായിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഈ ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന ചില ഗുരുക്കന്മാർ ഒരു വിഷയമോ പ്രശ്നമോ വരുമ്പോൾ ഇത് ഈ ചക്ര ഉണർത്തിയാൽ അല്ലെങ്കിൽ ഇവിടെ ഊർജം കൊടുത്താൽ ഈ പ്രശ്നം സോൾവ് ആകും എന്ന രീതിയിൽ പണമൊക്കെ വാങ്ങിച്ച് അവരെ അത് ചെയ്യിക്കുമ്പോൾ
ശരിക്കും അവരത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നം മാറും. അത് മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ചില അദൃശ്യ ശക്തികൾ വരെ ഇവരെ സഹായിച്ചെന്നിരിക്കും. ഇനിയിപ്പോ ഊർജ്ജത്തിൽ വലിയ വ്യത്യാസം വന്നില്ലെങ്കിൽ പോലും ഈ ഗുരുക്കന്മാരെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളായ അസുര ശക്തികൾ ഈ വ്യക്തികളെ സഹായിക്കുകയും കൂടുതൽ ഈ വ്യക്തിയെ ഈ ഗുരുവിലോട്ട് അടുപ്പിക്കുകയും ഈ ആത്മാവിനെ ഈ പതുക്കെ ഗുരുവിന്റെ ആത്മാവ് പോകുന്ന ആ അദൃശ്യ ശക്തികളുടെ ഭാഗത്തേക്ക് ഈ വരുന്ന വ്യക്തികളുടെ ആത്മാക്കളെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനുവേണ്ടി അവർ സഹായിക്കുകയും ചെയ്യും. ഈ അദൃശ്യ ശക്തികൾ സഹായിക്കും. ഇനി അഥവാ വല്ല ഊർജ്ജം ഉത്പാദനം അല്ലെങ്കിൽ ഊർജ്ജം എന്തെങ്കിലും ബാലൻസ് ആയാൽ പോലും വളഞ്ഞ വഴിയിലൂടെ നമ്മൾ അവിടെ തന്നെ അത് മനസ്സിലാക്കി നമ്മളവിടെ കൃത്രിമമായി ഊർജ്ജം കയറാൻ സമ്മതിച്ചതാണ്. ഒരിക്കലും വ്യവസ്ഥ അനുസരിച്ചോ ദൈവത്തിന്റെ നിയമം പാലിച്ചോ അല്ല നമ്മൾ അവിടെ താനെ സ്വാഭാവികമായി ഊർജത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്. പകരം നമ്മൾ അവിടെ മനസ്സിലാക്കി ആ കാര്യം മനസ്സിലാക്കി ആ എഞ്ചിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ എഞ്ചിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ മാത്രം നമ്മൾ ചെറിയ പരിപാടി ചെയ്തതിന് തുല്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മരം ഫലം തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫലങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള ചില ഹോർമോൺസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആ മരത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പൊ അത് മണ്ണിൽ നിന്നും സ്വാഭാവികമായി വലിച്ചെടുത്ത് അതിന് വേണ്ട പോഷകങ്ങൾ അതിന് ഉൽപ്പാദിപ്പിച്ച് ആ മരം സ്വാഭാവികമായിട്ട് വേണം ആ ഫലം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഒരുപാട് ഫലം കിട്ടാൻ വേണ്ടി ഈ രാസപദാർത്ഥം എന്താണെന്ന് മനുഷ്യൻ ഗവേഷണം ചെയ്ത് പഠിച്ചിട്ട് ഈ മരത്തിൽ അത് കൂടുതലായി ഇൻജെക്ട് ചെയ്ത് മനുഷ്യന് ഫലം കിട്ടാനായി ഈ മരത്തെ ഓവറാക്കി ഫലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ചെയ്യുമ്പോൾ ആ മരത്തിന്റെ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ബാലൻസ് തെറ്റിയാണ് ആ മരം അധിക ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് ആ വേണ്ട അളവിൽ ആ മരം എടുത്ത് വേണ്ട രീതിയിൽ ഫലം ഉണ്ടാക്കുന്നതിന് പകരം മനുഷ്യൻ കൃത്രിമമായി ഓവർ ഊർജം ആ മരത്തിന് കൊടുത്ത് അല്ലെങ്കിൽ ഓവർ ആ കെമിക്കൽ മരത്തിന് കൊടുത്തിട്ട് ആ ഫലം ഉണ്ടാക്കിപ്പിക്കുന്ന പ്രക്രിയയെ ഇരട്ടിയാക്കിക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യനൊരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ വരുമ്പോൾ സ്വാഭാവികമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അത് തിരുത്തി ആ ഊർജത്തെ ബാലൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ ആ ഭാഗത്തെ ആ കേന്ദ്രത്തെ ഊർജം മാത്രം കൂട്ടി ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്ന ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അവിടെ കൂടുതൽ വളഞ്ഞ വഴിയിലൂടെ ഊർജം അവിടത്തേക്ക് വേണ്ടി മാത്രം കയറ്റി കൊണ്ടുവരുമ്പോൾ സമ്പത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ ഈ മരത്തിനെ ഇട്ട് കഷ്ടപ്പെടുത്തി അധിക ഫലം ഉണ്ടാക്കുന്നത് പോലെ വളഞ്ഞ വഴിയിലൂടെ ചെയ്യുന്നതാണ്. ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇതൊക്കെ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ ഒരു സർവനാശം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് മൊത്തം തലതിരിഞ്ഞ് തെറ്റായ രീതിയിലായിപ്പോയത് കൊണ്ടാണ്. ശരിക്കും ആ ഗുരുക്കന്മാർ ഈ ശിഷ്യരെ അല്ലെങ്കിൽ മനുഷ്യരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമിയിൽ ചില കാര്യങ്ങളോ ഉയർച്ചകളോ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളോ പ്രശ്നങ്ങളോ ആ ഊർജ്ജ കേന്ദ്രത്തെ മാത്രം ഊർജ്ജം ഉണ്ടാക്കി വെച്ചിട്ട് ബാലൻസ് ചെയ്യിപ്പിച്ച് അവർ കൃത്രിമമായ രീതിയിൽ മാറി ഈ ഭൂമിയിൽ സുഖം അനുഭവിച്ചാൽ ഈ വളഞ്ഞ വഴിയിലൂടെ പരീക്ഷ എഴുതി MBBS പാസ്സായ ഡോക്ടറെ നമ്മൾ എങ്ങനെ സമീപിക്കും? അതുപോലെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഊർജത്തെ മാത്രം ബാലൻസ് ചെയ്യിപ്പിച്ച് പ്രവൃത്തിയോ അവന്റെ ജീവിത രീതിയോ ശൈലിയോ ഒന്നും മാറാതെ തോന്നിയതുപോലെ ബോധിച്ചതുപോലെ ജീവിക്കുന്ന ആ ആത്മാവിന് ഭൂമിയിൽ സുഖം കാണും. പക്ഷെ ദൈവത്തിന്റെ ആ പോസിറ്റീവ് ഡയമെൻഷനിലോട്ട് സ്ഥാനം കാണില്ല. കാരണം ആത്മാവിനെ കുറിച്ച് ഉപയോഗമില്ല. ഇപ്പൊ വളഞ്ഞ വഴിയിലൂടെ കള്ളത്തരത്തിലൂടെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ഒരു ഡോക്ടറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഭൂമിയിലെ സുഖം കണ്ടെത്തി വരുന്ന ഒരു ആത്മാവിന് ശരിക്കും ആ ദൈവം എന്ന് പറയുന്ന സ്വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഡയമെൻഷനിലോട്ട് സ്ഥാനമില്ലാതായി പോവും. അപ്പൊ അവന് വീണ്ടും ജന്മം കൊടുത്ത് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്തതിന്റെ കഠിന ശിക്ഷകളും അനുഭവിച്ചിട്ട് ഇനിയും അടുത്ത ചാൻസോടുകൂടി ഭൂമിയിൽ ജനിപ്പിക്കേണ്ടതായിട്ട് വരും. ഇവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വാഭാവികമായിട്ടും വരേണ്ട കാര്യമാണ് ഇത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയെങ്കിലും ഇതിന്റെ പിന്നിൽ നടക്കുന്ന കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ആ ഊർജ്ജ കേന്ദ്രത്തെ തിരിച്ചറിഞ്ഞ് അവിടെ മാത്രം ഒന്ന് അനക്കി ഉൽപ്പാദിപ്പിച്ച് പവറാക്കി കാര്യം ഭൂമിയിലുള്ള ഈ കാര്യങ്ങൾ സോൾവായി അങ്ങ് ജീവിച്ചാൽ മതിയോ? അതോ സ്വാഭാവികമായി പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലൂടെ നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ ഊർജത്തെ തന്നെ പ്രകൃതിയാൽ ബാലൻസ് ആക്കി ദൈവികമായി വളർന്ന് ആത്മാവിന് മോക്ഷം ലഭിക്കണോ? ആ തീരുമാനം നിങ്ങളുടേതാണ്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത